സമരസമൂഹം ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ക്രാഫ്റ്റ് ചെയ്ത ഒരു സിനിമയാണ്. ദിലീപ് ഒരു വലിയ ആക്ഷേപത്തിന്റെയും ആരോപണത്തിന്റെയും നിൽക്കുമ്പോഴാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് എപ്പോഴും ഞാൻ സിനിമ തുടങ്ങുമ്പോൾ ഈ ഒരു ഇഷ്യൂ ഒന്നുമില്ല. നമ്മൾ സിനിമയുടെ പകുതി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഇഷ്യൂ വന്നത്. പക്ഷേ ഞാൻ പേഴ്സണലി ഒരാളെയും ജഡ്ജ് ചെയ്യില്ല. എനിക്കൊരു ഉറപ്പുമില്ലല്ലോ അത് ചെയ്തതിന് പിന്നിൽ പുള്ളിയാണോ എന്നുള്ളത്. ആർക്കും ഇല്ലല്ലോ. ഇപ്പോൾ പറയുന്ന ആർക്കാണ് ഉള്ളത്? അങ്ങനെ ഒരാളെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്? അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പോലും അല്ല. ബിക്കോസ് ഞാൻ ലോജിക്കാണ് ചോദിക്കുന്നത്, റീസൺ ആണ് ചോദിക്കുന്നത്. ഈസ് ഇറ്റ് റീസണബിൾ to go against a man who hasn't been proven guilty? No, it is not. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അവിടെ വരുന്ന പോലുമില്ല പിക്ചറിൽ. അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വേർഡിക്റ്റ് വരട്ടെ. വേർഡിക്റ്റ് വന്നാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. പക്ഷെ വേർഡിക്റ്റ് വരാത്തിടത്തോളം കാലം അന്നും ഇന്നും ഞാൻ പറയുന്നത്. അതെ അതെ, വേർഡിക്റ്റ് വന്നാൽ മാത്രമേ നമ്മൾ ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ. അല്ലാതെ അല്ല, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് അതിനുശേഷം അസോസിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോ ഒരു പ്രോബ്ലം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ജഡ്ജ്മെന്റ് അക്യൂസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് അമൗണ്ട് ടു എ വേർഡിക്റ്റ്. പിന്നെ മാത്രമല്ല മാസ് വേർഡിക്ട്സ്, അതായത് ക്രൗഡ് മോബ് വേർഡിക്റ്റ് ആണ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മൾ അതിന് ക്ലാപ്പ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ പുള്ളിക്ക് അഗൻസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ അന്ന് കൂവിയ ആൾക്കാരും ഒക്കെ അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. അല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് ആർട്ട് ഓഫ് ഒരു വർക്ക് ഓഫ് ആർട്ട് അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ വർക്ക് ഓഫ് ആർട്ട് പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്നില്ല. അല്ല, വർക്ക് ഓഫ് ആർട്ടിലെ പറയുന്ന ഡെപ്പിക്ഷൻസ്, ഇപ്പോൾ ഒരു ക്യാരക്ടർ ഒരു കാര്യം പറഞ്ഞു, ആ ക്യാരക്ടറിനെ അടുത്ത ദിവസം ഒരു റീലാക്കി ഇട്ടിട്ട് ഇതിനെ എഴുതിയ എഴുത്തുകാരൻ ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറയുന്ന ഒരു ശീലമുണ്ട് ഇപ്പോൾ. അതൊക്കെ ടോട്ടലി എന്താണ് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. പിന്നെ മാത്രമല്ല ഒരു എക്സ്ട്രീംലി മോറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുകയാണ് എല്ലാവരും. അതൊരു അബ്സല്യൂട്ട്ലി റോങ് സാധനമാണ്. നമ്മൾ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ പോലെ ഇതിൽ കുറ്റം ചെയ്യാത്തവർ കല്ലെറിയട്ടെ തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിനകത്ത്. ഹു ആർ വി ടു ജഡ്ജ് പീപ്പിൾ? പിന്നെ മാത്രമല്ല എന്താ പറയണ്ടേ, ഈ പറയുന്ന ആൾക്കാർ എത്രത്തോളം പൊളിറ്റിക്കലി കറക്റ്റാണ്, അവർ അതൊരു ഇൻസ്റ്റന്റ് അപ്ലോസിന് വേണ്ടി പറയുന്നതാണോ എന്ന് ആർക്കറിയാം? സോ ഇറ്റ് ഈസ് ഓൾ അതെ, അത് വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്കത് ചർച്ച ചെയ്യാവുന്ന സാധനമായിട്ട് വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇരയായ ഒരു സ്ത്രീ, അല്ല അതിനെതിരെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അവരുടെ ഒരു ഭാഗം അവിടെ നിൽക്കുമ്പോൾ അവരുടെ ഭാഗം എന്താണ്? ആരോപണ വിധേയനായ ഒരാൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളൊരു അല്ല, എങ്ങനെ വരും? ഞാനല്ലല്ലോ അത് ഡിസൈഡ് ചെയ്യണം. ഞാൻ എവിടെ സ്വാതന്ത്ര്യം കൊടുത്തു? ഈ സ്റ്റേറ്റ്മെന്റിൽ അത് എവിടെയെങ്കിലും റിഫ്ലക്ട് ചെയ്തോ? ഞാൻ പറഞ്ഞതിൽ ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തു എന്നോ അല്ലെങ്കിൽ ആ ഇരയുടെ വശം ശരിയല്ല എന്നോ? I absolutely respect her and her cause. But this is completely different ഒരു ടോപ്പിക്കാണ്. വെദർ ഐ വിൽ വർക്ക് ഒരു ഹാഫായ ഒരാൾ ഒരു ആരോപണ വിധേയനായ ഒരാൾ ഇങ്ങനെ ഒരു കേസിൽ അങ്ങനെ ഒരാളിനെ ഞാൻ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ വെരി ലോജിക്കൽ റീസണബിൾ തിങ് ടു സേ. Till proven guilty, no one can judge anyone. I will not judge myself. See, നമ്മൾ എക്സ്പെരിമെന്റലായിട്ടുള്ള സിനിമ ഇവിടെ ഐഡിയാസിൻ്റെ ഡെത്ത് ഉള്ളതുകൊണ്ടല്ല ഇത് ചെയ്യാത്തത്. ഇതിനകത്തുള്ളൊരു റിസപ്റ്റിവിറ്റിയുടെ ഇഷ്യൂസ് ഭയങ്കരമാണ്. പിന്നെ നമ്മൾ അത്രയും വലിയൊരു ഇൻഡസ്ട്രി അല്ല, ഒരു വേൾഡ് വൈഡ് മാർക്കറ്റ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഹോളിവുഡിനുള്ളത് പോലെ നമുക്കില്ല. ഇപ്പോൾ ഒരു ഫ്രീ ഹാൻഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാം. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പ്ലസൻ്റ് ആയിട്ട് സംസാരിക്കുന്നപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇത്രയും പ്ലസൻ്റ് ആയിരുന്നു. അതങ്ങനെ അല്ല. ആ സമയത്ത് നമ്മൾ ഭയങ്കര എക്സ്ട്രീംലി ഷാറ്ററിങ് ആണ്. നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രത്തോളം ഡീറ്റെയിൽ ചെയ്ത് ഇത്രത്തോളം അതിൻ്റെ ഓരോ ഗ്രാഫ്സും ഓരോ ഇതും വരച്ച് ഇതിൻ്റെ ആർട്ടിൻ്റെ ഓരോ കാര്യങ്ങൾ എഴുതി ഇത്രയും പേരുടെ എഫേർട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം എടുത്തിട്ട് ആ സമയത്ത് വരുമ്പോൾ അതിനാദ്യം കിട്ടുന്ന ഒരു റിസപ്ഷൻ, അതിൻ്റെ പേര് പറയുന്നത് ഈ പറഞ്ഞ അഗെയിൻ ഇതിൻ്റെയൊക്കെ ബിഹൈൻഡ് ഓൾ ദിസ് എന്താണ് ഇതിൻ്റെ ചേതോ വികാരം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല.
എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു ലൈനുണ്ട്, അതായത് ഇറ്റ് ഈസ് ഓഫൺ ജലസി ദാറ്റ് ഗെറ്റ് ഡ്രസ്ഡ് അപ്പ് ആസ് മോറൽ ഔട്ട്റേജ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. എനിക്ക് വളരെ കറക്റ്റായിട്ട് വന്നിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് നമുക്കറിയില്ല ഇതിൽ എന്താണ് അത്, എന്തുകൊണ്ടാണിത് പറയുന്നത്. ഒരു മോബ് അപ്രീസിയേഷന് നമുക്ക് എത്രത്തോളം ബിലീവ് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് ടേൺ ചെയ്യുന്ന സാധനമാണ്. ഇപ്പോൾ മറ്റേ ജൂലിയസ് സീസറിലെ സ്പീച്ച് പോലെ മോബിനെ നമ്മൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ആൻ്റണിയും ബ്രൂട്ടസൊക്കെ പോലെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ബ്രൂട്ടസ് ആദ്യം വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയും, ഫുൾ മോബ് ബ്രൂട്ടസിൻ്റെ കൂടെ നിൽക്കും. അത് കഴിഞ്ഞ് ആൻ്റണി വളരെ ഉഗ്രൻ, വെൽ ആർട്ടിക്കുലേറ്റഡ്, അസാധ്യമായ ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് ഉള്ള ഒരാൾ വന്നിട്ട് അതിനെ തിരിച്ചു പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇയാളുടെ വീടരിക്കാനാണ് പോണേ ഇപ്പോൾ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 10 വർഷത്തിന് മുമ്പ് പറഞ്ഞൊരു സാധനത്തിൻ്റെ റിഫ്ലക്ഷൻസിൻ്റെയും റെസൊണൻസിനെയും കുറിച്ച് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് ഷേക്സ്പിയർ ഇത് 500 years ബാക്ക് എഴുതിയ സാധനമല്ലേ. സോഷ്യൽ മീഡിയയെ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സീനാണ് അത്. അതായത് ജൂലിയസ് സീസറിൻ്റെ ബറിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്. അതൊരു ബേസിക് ഡീസൻസിയുടെ പാർട്ടായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. അത് സിനിമ മാത്രമല്ല, അല്ല മീഡിയ ഉണ്ട്. മീഡിയയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മീഡിയയിൽ നന്നായിട്ടുണ്ട് അത്. പിന്നെ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് ഈ ഫെയിം ഇല്ലാത്ത അല്ലെങ്കിൽ ഗ്ലാമർ നീ പറഞ്ഞ പോലെ സോ കോൾഡ് ഗ്ലാമർ അസോസിയേറ്റഡ് അല്ലാത്ത എത്ര പേർക്ക് എത്ര പത്തറ്റിക് കണ്ടീഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മറന്നിട്ട് ടോട്ടലി ഒരു ഇൻഡസ്ട്രിയെ ഇങ്ങനെ എയിം ചെയ്ത് നിൽക്കുന്നതിനുള്ള കുഴപ്പമാണ്. അത് ഒരു അൺഡ്യൂ ആയിട്ടുള്ളൊരു സ്ട്രെസ് സിനിമയ്ക്ക് കൊടുക്കുന്നു. ഇത്രയും ഇമ്പോർട്ടൻസ് എന്താ പറയണ്ട, അതിലൊരു അതെ ആർക്കൈവിങ്ങിലും ഒക്കെ വന്നിരുന്നെങ്കിൽ ആലോചിക്കുക. സിനിമയെടുത്തുള്ള കൺസേൺ നമ്മുടെ ആർക്കൈവ്സ് എന്ത് പൂറാണ് ആർക്കൈവ്സ്. റെസ്റ്റോർ ചെയ്ത് വയ്ക്കേണ്ടതല്ലേ. നമ്മളിപ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അക്കാഡമി എന്നൊക്കെ പറയും. അപ്പോൾ അത് അവരൊക്കെ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അതിനൊക്കെയാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത്. ഡെഫിനറ്റ്ലി ഇതിന് സ്ട്രെസ് കൊടുക്കേണ്ടതെന്നല്ല. വിമൻ സേഫ്റ്റി എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ ഒരു സെറ്റിലുള്ള ഒരു പ്രൊഫഷണൽ എത്തിക് എന്ന് പറയുന്നതും സിനിമയിൽ അത് അങ്ങനെ കൂടുതലാണ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അതങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, അവർ ചെയ്യും. അല്ലാത്തവരുണ്ട്. ഒരു വലിയ ഗ്രൂപ്പിനെ മെലൈൻ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി മുഴുവൻ പറയുന്നത്. അതെ, ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുറച്ച് ഡിസിപ്ലിൻ ആവശ്യമുള്ളൊരു ഏരിയയാണ്. അതായത് നമുക്കൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ അതായത് ഒരു പ്രൊഡ്യൂസർ ഒരു പടം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഓട്ടോയുടെ മീറ്റർ ഓൺ ചെയ്യുന്ന പോലെയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ ആ മിനിറ്റ് തൊട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ ഫിനാൻഷ്യൽ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഡിസിപ്ലിൻ ആവശ്യമാണ്. ഇല്ല അങ്ങനെ ജനറലൈസ് ചെയ്യാനൊന്നും പറ്റുകയില്ല. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി റോങ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, നന്നായിട്ട് കരിയർ നോക്കുന്നവരുണ്ട്, നല്ല കൃത്യസമയത്ത് വന്ന് എല്ലാം ചെയ്യുന്നവരുണ്ട്. എല്ലാ കാലത്തും ഈ ഡിസിപ്ലിനും ഉണ്ട്, ഇൻഡിസിപ്ലിനും ഉണ്ട്. അത് ഒരു ജനറേഷൻ അങ്ങനെ ഇത് വഹിക്കാൻ പറ്റില്ല. നമ്മൾ പണ്ട് മുതലിപ്പോൾ പാട്ടുകാരുടെ കാര്യത്തിൽ വളരെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സൈഗാള് പാടിക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു സൈഗാള് അതിന് മുമ്പ് റെക്കോർഡഡ് മ്യൂസിക്കിന് മുമ്പുള്ള സമയത്തുള്ള മാസ്റ്റേഴ്സാണ് ശരിക്കും നല്ല സിംഗേഴ്സ്, സൈഗാളൊന്നും അത്ര നല്ല സിംഗറല്ല എന്ന് പറഞ്ഞു. മുഹമ്മദ് റഫി വന്നപ്പോൾ പറഞ്ഞു സൈഗാളായിരുന്നു നല്ല സിംഗർ, മുഹമ്മദ് റഫി അത്ര നല്ല സിംഗറല്ല, സൈഗാളിൻ്റെ അത്ര. കുറച്ച് കഴിഞ്ഞപ്പോൾ കിഷോർ കുമാർ വന്നു, കിഷോർ കുമാർ കൊള്ളാം, മുഹമ്മദ് റഫി അത്ര. കുറച്ച് കഴിഞ്ഞപ്പോൾ പുതിയ കുമാർ സാൻ വന്നപ്പോൾ മുഹമ്മദ് റഫിയും കിഷോർ കുമാറും ആയിരുന്നല്ലോ. ഇതൊരു ടെൻഡൻസിയാണ് ത്രൂ ഔട്ട് ഹിസ്റ്ററി ടു എന്താ പറയണ്ടേ, പുതിയ ജനറേഷന് അവർ വർത്തിയല്ല എന്ന് പറയുന്നത്. അതെ അതെ അതെ. ഓണം എന്തിനിപ്പോഴെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം പിന്നെന്താ ഇപ്പം എന്തിനു ഓണമെന്ന് അവരും, ഓണം എന്തിനിപ്പോ എന്ന് വരും. ഇത് എല്ലാ ഇൻഡസ്ട്രീസിലും ഡ്രഗ് നർക്കോട്ടിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ലൂസിഫറിൽ അതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു അല്ല അതിനൊരു പറയുന്നുണ്ട് ഡ്രഗ് ഫണ്ടിങ് വന്നാൽ ഡ്രഗ്സ് ഇപ്പം ഈസിലി അവൈലബിൾ ആണ് എല്ലാ സ്ഥലങ്ങളിലും. എല്ലാ ഇൻഡസ്ട്രീസിലും ഉള്ളവരും അത് ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിക്കാത്തവരും ഉണ്ട്. ഫിലിം ഇൻഡസ്ട്രി അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ജലസി ഗെറ്റിംഗ് ഡ്രസ്ഡ് അപ്പ് ആസ് മോറൽ ഔട്ട്റേജ് എന്ന് പറയുന്ന പോലെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത് കൂടുതലുണ്ട് എന്നൊരു പറഞ്ഞ് പരത്തുന്നൊരു ഇതുണ്ട്. അതൊക്കെ ഭയങ്കര റോങ് ആണ്. എത്രയോ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വർക്ക്മാൻ,
എത്രയോ നല്ല ആർട്ടിസ്റ്റുകൾ, എത്രയോ നല്ല ക്രാഫ്റ്റ്സ്മെൻ, എത്രയോ പേരാണ് അതിൽ വർക്ക് ചെയ്യുന്നത്, ഇതൊന്നും ഉപയോഗിക്കാത്തവർ. ഇപ്പോൾ മീഡിയയിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? മീഡിയയിൽ എത്ര പേരാണ് യൂസ് ചെയ്യുന്നത്, എത്ര പേരാണ് യൂസ് ചെയ്യാത്തത്? അപ്പം ഒരു കാർപ്പറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുക മീഡിയ മുഴുവൻ ഡ്രഗ് ഇൻവേഷൻ ആണെന്ന് പറയുന്നത് ഭയങ്കര തെറ്റല്ലേ? അതുപോലെയാണ് സിനിമയെക്കുറിച്ച്. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല.